ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമൻറ്റിലൊക്കെ അറിയിക്കുന്നുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നതേ. ഞാൻ നോക്കിയിട്ടേ വന്നിരിക്കത്തുള്ളൂ കേട്ടോ. ചേരയും പാമ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ വന്നിരിക്കത്തുള്ളൂ. പകൽ സമയം അങ്ങനെ ഈ സമയത്തൊന്നും അവർ വരത്തില്ല കേട്ടോ. നോക്കിയിട്ടേ ഇരിക്കത്തുള്ളൂ. തെറ്റി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല. അവിടെ പക്ഷെ വലിയ തെറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ടൊക്കെ വന്നിരിക്കത്തുള്ളൂ. അപ്പോൾ സ്നേഹമുള്ളവരൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. അപ്പോഴേ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇഷ്ടപ്പെട്ടാലും. കോടിയുടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴൊത്തിരി സന്തോഷം. ലൈക്ക് തരുന്നതിനും കമൻറ്റ് തരുന്നതിനും എന്നെപ്പോലുള്ള കുഞ്ഞു കൂട്ടുകാരികളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നതിനും ഒക്കെ കേട്ടോ. എപ്പോഴും നമുക്ക് നല്ല കൂട്ടുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെയാണ് കേട്ടോ. ചിലരൊക്കെ ഉണ്ട് പാതി വഴിക്ക് ഇട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കും. പാതി വഴിയിലൊക്കെ കളഞ്ഞിട്ട് പോയാൽ ഭയങ്കര സങ്കടമല്ലേ നമുക്ക് കേട്ടോ. പാതി വഴിക്കൊന്നും ആരും ഇട്ടിട്ട് പോയേക്കല്ലേ കേട്ടോ. അപ്പോഴേ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കെന്താ നല്ല സൗഹൃദമാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലേ. എവിടേക്കോ കിടക്കുന്ന നിങ്ങളെയൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു കുഞ്ഞു ഇതിനകത്തൂടെ നമ്മളൊക്കെ കണ്ട് എല്ലാ വിശേഷങ്ങളും സുഖവും ദുഃഖമൊക്കെ എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് പോകണം കേട്ടോ. അപ്പോഴാർക്കും വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ അല്ലേ. നല്ല സൗഹൃദങ്ങൾ നല്ല കൂട്ടുകൾ ആണായാലും പെണ്ണായാലും കേട്ടോ. നല്ല കൂട്ടുകൾ എപ്പോഴും നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. ചേച്ചി പറയുന്നത് കേൾക്കണേ എല്ലാവരും. അപ്പോഴേ ഇന്നും നമുക്ക് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഞാനിന്നും കാണിക്കുന്നത്. ബാക്കിയുള്ള ജോലികളെല്ലാം അങ്ങ് ചെയ്ത് തീർക്കും. പിന്നെ അപ്പോഴും നമ്മൾ പിന്നെ ഈ ക്യാമറയും കൊണ്ടൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീരത്തില്ല. എല്ലാം വെളിയിലത്തെ ജോലികളെല്ലാം ഒതുക്കിയിട്ടാണ് ഞാൻ അടുക്കളയിലായിട്ട് നിൽക്കുന്നത്. പിന്നെ രാത്രിയിലല്ല ഞാൻ നമ്മുടെ ഇങ്ങനെ മേശത്തട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അതെല്ലാം രാത്രിയിൽ അങ്ങ് ഒതുക്കി തുടച്ചിരും. അപ്പോൾ രാവിലെ പിന്നെ നമുക്ക് പണികളൊന്നുമില്ല. അടുക്കളയിൽ നിന്നാൽ മതിയല്ലോ. രാത്രിയിലെല്ലാം ഞാനങ്ങ് ഇങ്ങനെ തുടച്ചങ്ങിടും രാവിലെ. അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നെല്ലാം ചെയ്താൽ മതി. പിന്നെ മുറ്റത്ത് തൂത്തുവാരാൻ മൊബൈൽ മൊത്തം ഫുള്ളായിട്ട് കിടക്കും കേട്ടോ. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. അല്ല നമ്മൾ വോയിസ് കൊടുക്കുമല്ലോ. ഞാൻ അപ്പോഴപ്പോഴും നേരിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ജോലികൾ കാണിക്കുമ്പം വീഡിയോ ഒരുപാട് അങ്ങ് നീണ്ടുപോകും. അല്ലെങ്കിൽ തന്നെ നമുക്ക് 10-20 മിനിറ്റൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഞാൻ അതുകൊണ്ട് അങ്ങനെ കാണിക്കാത്തത്. നമ്മളൊക്കെ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന. പിന്നെ ചിലർക്ക് ആ വോയിസ് കൊടുക്കുന്നത് ചിലർക്ക് ആ കറക്റ്റായിട്ട് അങ്ങോട്ട് വോയിസൊക്കെ കൊടുക്കാൻ ഒക്കും. പക്ഷേ എനിക്കുണ്ടല്ലോ വീഡിയോ അങ്ങ് പോയാലും ഞാൻ ഇവിടെ കിടക്കത്തതേ ഉള്ളൂ. ചായ വെച്ചു, കാപ്പി ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനെ നമ്മുടെ വീഡിയോ തീരും. അങ്ങനെ എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വോയിസ് കൊടുക്കത്തില്ല. ഇതല്ലേ നല്ല നേരിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി പേരന്നേരം ഇങ്ങനെ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് തന്നെ ഇങ്ങനെ വോയിസ് എടുക്കുമ്പോൾ ഒത്തിരി പേർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ കാണിക്കുന്ന ചേഷ്ടകൾ, സത്യം ഞാൻ എന്തൊക്കെയാ വട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ആദ്യം ഞാൻ പറയുമായിരുന്നു അപ്പോഴും ഇപ്പോഴും ചിലപ്പോഴൊക്കെ അപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ നമുക്ക് ചിലർ നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തും കേട്ടോ. ഇപ്പം എന്നെ ഇപ്പോൾ ആരൊക്കെ ഇപ്പോൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. കണ്ണിയും കുത്തിപ്പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന എൻ്റെ വാക്കുകൾ, എൻ്റെ വായ പോകുന്നതും കണ്ണു പോകുന്നതും ഒക്കെ കേട്ടോ. ചേഷ്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ വോയിസ് ആകുമ്പോൾ അവർ ജോലി ചെയ്യുന്നു, വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ എനിക്ക് ഇങ്ങനെ തന്നെ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അതാ എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ മറ്റുള്ളവരുടെ അതൊക്കെ അതൊക്കെ കാണാൻ എനിക്ക് അതാ ഇഷ്ടം കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ചിലർക്ക് ഓരോ കഴിവുകളുണ്ടല്ലോ. വോയിസ് കൊടുക്കുന്നവർക്കൊക്കെ ഒരു കഴിവുകളൊക്കെ ഉണ്ട്. നല്ല അതുപോലെ തന്നെ അവർ പറയും കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടോ.
ചളപുള ചളപളാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴേ ഉള്ളൂ ചളപുള ചളപുളാന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അടുക്കളയിൽ നിന്നാണെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇല്ല അവാർഡ് പണം മാതിരിയായി പോവും. നമ്മൾ പാചകിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാതിരിക്കുമ്പോൾ അപ്പോഴും ആൾക്കാർക്ക് അത് മുഷിച്ചിലും ഉണ്ടാവത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി. മറ്റേതെനിക്ക് ശരിയാവത്തില്ലായിരുന്നു, സത്യമായിട്ടും അതിന് ശരിയാവുന്നതേ ഇല്ലായിരുന്നു. അപ്പോഴും കഥയും പറഞ്ഞിരുന്നാൽ മതിയോ, നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകണ്ടേ. കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നും അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പുറത്തുള്ള വീഡിയോകളൊക്കെ എടുക്കാം. നമ്മളിവിടെ തന്നെ, ഞാൻ മിക്കവാറും ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ 4 ഇട്ടാവട്ടത്താണ് എൻ്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. നമ്മുടെ അണ്ണാറക്കണ്ണൽ അവിടെ എവിടെയോ ഇരുന്ന് ചിൽ 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 എന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആദിക്കാത്തോട്ടമല്ല, നമ്മുടെ കോവത്തോട്ടത്തിലെ കോവയ്ക്കാണ്. രാവിലെ ചുമ്മാ ഇവിടൊക്കെ ഒന്ന് കറങ്ങും. അപ്പോഴുണ്ടടാ നമ്മുടെ കോവയ്ക്ക മരത്തിനകത്ത് കോവയ്ക്ക മരമാണോ? അല്ല, കോവയ്ക്ക പന്തലും. കോവയ്ക്ക മരമല്ലല്ലോ, വള്ളിയില്ല. അതിനകത്ത് ഇഷ്ടം പോലെ കോവയ്ക്ക. ഒന്ന് മെഴുക്ക് വരട്ടാനുണ്ട്. ഇന്നത്തെ കാര്യം കുശാൻ. ക്യാമറാമാൻ ഇങ്ങോട്ട് വരും, ക്യാമറാമാൻ. കണ്ടു. ഒത്തിരി രാവിലെ ഞാൻ കഴിച്ചത് കേട്ടോ. എപ്പോൾ എവിടൊക്കെയാണെന്ന് കാണുന്നില്ലല്ലോ. ഒന്ന് പിടിക്കൂ ക്യാമറാമാനെ. പിന്നെന്തിനാ എൻ്റെ പുറകിൽ വരുന്നത് ക്യാമറയും പിടിച്ചോണ്ട്? ഇതൊക്കെ ഒന്ന് പിടിക്കണ്ടായോ? എൻ്റെ കുറേ നടക്കുന്നത് നമുക്ക് മരത്തിനകത്തോട്ട് കയറി പറിക്കണം കേട്ടോ. ഇവിടെ എല്ലാം കിടക്കുന്നു കേട്ടോ. അല്ല, അതിനകത്തെല്ലാം പതിയുന്നുണ്ടല്ലോ എൻ്റെ തലയും വാലും ഒക്കെ. അതാ ഞാൻ ചുമ്മാതെ പിടിച്ച് നിർത്തിയേക്കും. അതൊന്നും പേരെ നിൽക്കുന്നു കേട്ടോ. അതോ ഞാൻ ചുമ്മാതെ പിടിച്ച് നിർത്തിയേക്കുവാണോ? ഞാൻ നോക്കുമ്പോൾ എല്ലാം കണ്ടിരിക്കണം കേട്ടോ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ ദൈവമേ, എന്തെല്ലാം സാഹസികതയാണ് കാണിക്കുന്നത് ഇവിടെ. ആരുടെയൊക്കെ കാലിൽ കൈയും പിടിച്ചാലൊരു വീഡിയോ വൈകിട്ട് എല്ലാവരുടെയും മുൻപിൽ എത്തിക്കാം അല്ലേ. ഇനിയുണ്ട് കേട്ടോ, ഞാനിത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കട്ടെ. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാറ്റിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കോവയ്ക്കാൻ പറിക്കുന്നു, ഭയങ്കര കാറ്റ്. എന്നെ എങ്ങനെയൊന്നും അടിച്ച് പറപ്പിക്കൊണ്ട് പോകാനൊക്കത്തില്ല കേട്ടോ. നല്ല കപ്പാസിറ്റി ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ എന്നെ കാറ്റടിച്ചുകൊണ്ട് പോകത്തില്ല കേട്ടോ. കാറ്റ് ഓടിക്കണം. എന്നെ അങ്ങനെയൊന്നും കാറ്റടിച്ചുകൊണ്ട് പോകത്തില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, എന്നെ എന്നും കാണുകയല്ലേ. ഊതിയാലൊന്നും പറക്കുന്നതല്ല ഈ സുപ്രു കേട്ടോ. അവിടെയുണ്ട് 2 ഊതിയ പറന്നു പോകുന്നതല്ല ഈ സുപ്രക്കുട്ടി കേട്ടോ. അയ്യോ, ചെറുതൊക്കെ ഉണ്ടല്ലോ, ഞാൻ രാവിലെ വന്നങ്ങ് പറിച്ചു തിന്നും. ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ, രാവിലെ പറിച്ചു തിന്നണം കേട്ടോ. കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ വന്ന് പറിച്ചു തിന്നും. കിട്ടുന്നില്ല ക്യാമറാമാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട്. ഇതാണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനൊരു പ്രത്യേക രീതിയാണ്. ചെമ്പരത്തി പൂവേ ചൊല്ലൂ ദേവനെ നീ കണ്ടോ, അമ്പലത്തിലില്ലയോ. ഭയങ്കര കാറ്റ്. അതിന് ഞാനൊന്ന് തപ്പട്ടെ കേട്ടോ, ഉണ്ടോന്ന്. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കാണും കേട്ടോ. കോവയ്ക്കയെല്ലാം പറിച്ച് തീർത്തു തോട്ടത്തിലെ. അടുത്തത് നമ്മൾ പേരയ്ക്കയാണ് പറിക്കുന്നത്. ആരും എന്നോട് ചോദിച്ചായിരുന്നു തുണി എന്തിനാണ് ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. പേരയ്ക്കകത്ത് തുണി ഇടുന്നത് വവ്വാല് വന്ന് അടിക്കാതിരിക്കുകയാണ് കേട്ടോ. മറന്നുപോയി പറയാൻ. അല്ലെങ്കിൽ ഇവരുണ്ടല്ലോ, ഈ വവ്വാലന്മാർ ശരിയല്ല. അവന്മാരാണെങ്കിൽ ഇങ്ങനെ വേണ്ട
അവന്മാർ മൊത്തം അടിച്ചുകൊണ്ട് പോകും. നമ്മൾ തുണി ഇട്ടിട്ട് നമ്മളിവിടെ തുണി ഇടുന്ന കേട്ടോ. ചിലപ്പോൾ കവറും ഇടും, അങ്ങനെയൊന്നും ഇല്ല. ഇത് രണ്ടും ഒരേപോലുള്ള പേരയാണ്, പക്ഷേ ഇത് ചെറുതായിട്ടേ വരത്തുള്ളൂ, ഇത് വലുതായിട്ട്. കഴിയിട്ട് തരും അറിയത്തില്ല അമ്മേ. ഞാൻ പിന്നെ ഓർക്കുന്നു കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കൊതി മുഖാന്തരം ചുമന്ന വരയ്ക്കാം. അത്ര പഴുത്തല്ല നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ട് വേറെ ഓരോ സൈസ് ഉക്കൂക്കി, പക്ഷെ ഈ ഉക്കൂക്കിയായിട്ട് ഇത് വേറൊരു തരം ഉക്കൂക്കി, വെറൈറ്റി ഉക്കൂക്കി. നോക്കി പുഴുവാണ് കേട്ടോ, പക്ഷെ നമ്മൾ അതിൻ്റെ മുകൾ വശം കണ്ടോ, ഒരു മാതിരി എന്തോ മതി ഇതിന്, പായലിൻ്റെ ഒരു കളറൊക്കെ കണ്ടോ. കുക്കിയെ കണ്ടോ നിങ്ങൾ? ആട്ടുംപുഴു വെറൈറ്റി ആട്ടുംപുഴു. എന്നെ കടിച്ച് കൊന്നേനെ ഇപ്പോൾ ഈ ആട്ടുംപുഴു. ഓടിക്കണം, നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു കണ്ടോ. ആനയുണ്ടല്ലോ കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെ ആയിപ്പോയി. ഞാൻ കോവത്തോട്ടത്തിൽ കയറിയത് കേട്ടോ. അപ്പോഴതൊക്കെ ദേ അരിഞ്ഞു, കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് അരിഞ്ഞ് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഞെരടി വെച്ചു തിരുന്നേരം. എന്നിട്ട് നമുക്ക് വഴറ്റിയോ വറുത്തോ ഒക്കെ എടുക്കാൻ കേട്ടോ. എന്തായാലും ഇരുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് നീളത്തിലായിട്ട് എടുക്കുന്നത്. മറ്റേ എന്നും നമ്മൾ വട്ടത്തിലല്ലേ, ഇന്ന് ഉടായിപ്പിലെ കറി, ഇന്നലത്തെ മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്. ഇന്ന് അതുകൊണ്ട് എനിക്കങ്ങ് വയ്യ, കാലിന് രണ്ടിനും വേദന, കാലെല്ലാം രാത്രി ഉരുണ്ട് കയറുമായിരുന്നു. എന്നാൽ ഒട്ടും പ്രായമൊന്നും ആയില്ല, താനും എനിക്കറിയത്തില്ല, കാലെല്ലാം അങ്ങ് ഉരുണ്ട് കയറുക. ഞാനാണെങ്കിൽ ഈ ടൈലിനകത്തുണ്ടല്ലോ നമ്മുടെ പെരയ്ക്കകത്ത് ഞാൻ ചെരുപ്പിടത്തില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല, അതങ്ങ് എന്തോ മാതിരിയാണ്. അതുമല്ല എനിക്കൊന്ന് വിഷമം വരും ചെരുപ്പ് പെരയ്ക്കകത്ത് ഉപയോഗിക്കുമ്പോൾ. എനിക്ക് വിഷമം എന്തോ പോലൊരു സങ്കടമൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല. അതിൻ്റെ ആണോ എന്തോ കാല് രാത്രിയായപ്പോൾ നിലവിളി അങ്ങ് ഉരുണ്ട് കയറുക, ജീവൻ പോകുന്ന വേദന. പിന്നെന്തായാലും അപ്പോൾ നമ്മുടെ മൊബൈലിനകത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. അപ്പോഴേ ഈ ഉരുണ്ട് കയറി വരുമ്പം പച്ചവെള്ളം തൊട്ട് ഇങ്ങനെ തുടച്ചാൽ മതിയെന്ന്. നമ്മളിപ്പോൾ അതവും പൊക്കണമുള്ള സമയത്താണ് ഈ ഉരുണ്ട് കയറി വരുന്നത്. എന്താ അത് മസിൽ കയറി പിടിക്കുന്നതാണോ? അപ്പോഴും നമ്മൾ പച്ചവെള്ളം കണ്ട് അടുക്ക കൊണ്ടുവയ്ക്കുമോ. പച്ചവെള്ളം തൊട്ട് ഇങ്ങനെ തൂത്താൽ മതിയെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വേദന, നമുക്ക് പിറ്റേ ദിവസം വേദന. അപ്പോഴും ആ ഭാഗം ഇങ്ങനെ ഇടിച്ചിടിച്ച് വേദന, ഉരുണ്ട് കയറുമ്പോൾ ഇങ്ങനെ ഇടുക്കിയും തടവിയൊക്കെ ചെയ്യും. ഭയങ്കര വേദനയാണ് അപ്പോഴും കേട്ടോ. ഇന്ന് എനിക്ക് ആ കാലനക്കാൻ വയ്യ. എൻ്റെ ഈ ഇടതുകാലിൽ ഞങ്ങൾ വേദനയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച ഊടായിപ്പിലെ കറിയൊക്കെ വെക്കാമെന്ന്. ഇത് മീനൊന്നും കൊണ്ടുവന്നില്ല. അപ്പോഴും കൊഞ്ച് നോക്കട്ടെ, കൊഞ്ച് പച്ചക്കറി വെക്കാമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ മോനോട് പറഞ്ഞു നമുക്ക് മുട്ടയും പൊരിച്ചു ഇതൊക്കെ കൂട്ടി കഴിക്കാം. ഇന്നലത്തെ മീൻകറിയുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്. രാവിലെ ചപ്പാത്തിയായിരുന്നു, ചപ്പാത്തിയും സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. സാമ്പാറും ചപ്പാത്തിയായിരുന്നു രാവിലെയും കേട്ടോ. ഞങ്ങൾ തന്നെയുള്ളൂ. അമ്മ അങ്ങ് പോയി കേട്ടോ, ചേച്ചിയുടെ വീട്ടിൽ പോയി. അതുകൊണ്ട് ഞങ്ങൾ തന്നെയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. വലിയ കറികളും കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉടായിപ്പിൽ കറി വയ്ക്കുന്ന ആൾക്കാരാണല്ലോ. എന്തുവാ സദ്യ ഒരുക്കാനും ഇപ്പോൾ ഇന്ന് മഴക്കോളും, ഭയങ്കര മഴക്കോളും. അതാ കൂടുതലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അടച്ചു വെക്കട്ടെ, വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ കേട്ടോ. ഒന്നും ഇതാവണമല്ലോ. മറന്നുപോയി കാര്യം പറഞ്ഞു ഒന്ന് അടച്ചു വെക്കാൻ മറന്നുപോയി കേട്ടോ. കൊഞ്ച് ഇരിപ്പുണ്ടേ, കൊഞ്ച് പച്ചക്കറി വെക്കാൻ കേട്ടോ.
കുപ്പി ഭരണിക്കകത്ത് സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. കുപ്പി ഭരണിയിലേ ഞാൻ കൊഞ്ച് വെച്ചേക്കും. ഈ കൊഞ്ച് എവിടെ ഇരുന്നാല് കുറുമ്പ് കുട്ടന്മാർ ഇവന്മാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാമായി ഇതിൻ്റെ മണം അറിയാവുന്നത് കേട്ടോ. അതിന് ഞാൻ ഇങ്ങനെ ഇതേപോലെ ഈ കുപ്പി ഭരണിക്കകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇന്നലത്തെ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി ഭാഗ്യമെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോഴത് നമുക്ക് അരിഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാം അല്ലേ മോനെ? എനിക്ക് ഇന്നാളത്തെ കറി വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇന്നും അപ്പോഴും നമുക്ക് കറി വയ്ക്കാം. തേങ്ങയൊക്കെ തിരിക്കൊണ്ട് വരട്ടെ. ഇതൊന്ന് വറുത്തെടുത്ത് നമുക്ക് എല്ലാം ശരിയാക്കണമല്ലോ. അതിൻ്റെ വാലൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് പൊടിച്ച് വെക്കണമല്ലോ. അങ്ങനെ നമ്മൾ കൊഞ്ചിന് അരച്ചുകൊണ്ടൊക്കെ വന്നു കേട്ടോ. ഒരു മാങ്ങയുള്ളൂ, ഞാൻ ഇന്നലെ കഴിച്ചില്ലേ, അതിൻ്റെ ബാക്കി മാങ്ങ എടുത്താണ് നമ്മൾ ഇന്ന് കൊഞ്ച് കഴിക്കുന്നത്. ഇതുവരെ നമുക്ക് മീൻ കൊണ്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് കൊഞ്ചും മാങ്ങയും കറിയാണേ കേട്ടോ. മഴക്കോൾ ഇവിടെ കേട്ടോ, മഴക്കോൾ. സുജാത ചേച്ചിയുടെ മൂട് അരച്ചുകൊണ്ട് വന്നു. പിന്നെ എന്താ, ഓമയ്ക്ക തോരൻ വെക്കണം. ഉടായിപ്പിലെ കറിയൊക്കെ ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വെച്ച് കളിപ്പിച്ച് ഇല്ലെങ്കിലുണ്ടല്ലോ ഇവരെന്നെ ഓടിക്കും കേട്ടോ. അപ്പോൾ ഈ ഓമയ്ക്ക ഇന്ന് തോരൻ വയ്ക്കാൻ അരിയുമ്പോഴേ ചോദിക്കും, നമ്മളെണ്ണം ചോദിക്കും ആർക്കാ കൃമി കഴിയുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ പറയാം എനിക്കാണ് എങ്ങനെ രക്ഷപ്പെടും നമ്മൾ. ഞാനത് പറഞ്ഞ് ഇന്നങ്ങ് രക്ഷപ്പെടും. ഞാൻ പറയാം എനിക്കാണല്ലോ ആ പാത്രമാകത്തില്ലല്ലോ. പിന്നെ നമ്മളെന്താ പറയും, ഞാൻ പറയാം എനിക്കാണ്. പിടിച്ച് നിൽക്കണ്ടേ നമുക്ക് അല്ലേ? പിടിച്ച് നിൽക്കണ്ടായോ നമുക്ക്? എന്തൊക്കെയോ ഇരിപ്പുണ്ട് പച്ചക്കറി. ഞാൻ ഇന്നലെയോ ഞാൻ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പോയല്ലോ. അപ്പം ഞാൻ 2 കുഞ്ഞു ഓമയ്ക്ക കാണിച്ചല്ലോ. അപ്പോൾ രാവിലെ ഒന്ന് കറങ്ങാൻ പോയപ്പോൾ കിട്ടിയതാണ് ഈ ഓമയ്ക്ക കേട്ടോ. കപ്ലങ്ങ എന്നൊക്കെ പറയും. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇതിന് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ മീൻകറി അങ്ങോട്ട് വെച്ച് മെഴുക്കുവരട്ടി റെഡിയായി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൊഞ്ചിന് ഉപ്പുണ്ടോ? അപ്പോഴേ ഓമയ്ക്ക് അരിഞ്ഞ് വെച്ചു. കൈ കൊണ്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അതിനിയും ചതച്ച് വിടാം. ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ഈ അന്തരീക്ഷം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടെടുക്കുന്ന ആവി. എന്താ വിഷറി എത്ര ദിവസമായി ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ മേളിൽ തന്നെ വെച്ചേക്കും. ഇങ്ങനെ ആവി കൂടുന്ന സമയത്ത് ഇങ്ങനെ വീശിക്കൊണ്ട് നിൽക്കാൻ എന്തൊരു ചൂടവിടെ നിൽക്കാൻ പറ്റും. നമ്മുടെ ഫാനേക്കാട്ടിലൊക്കെ ചൂടുണ്ട് ഇതിന്. ചൂടല്ല, കാറ്റുണ്ട് കേട്ടോ. അടുപ്പണയുന്നു. എന്തൊരു ചൂട്. ഇതിനും കൂടെ ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ പതിയെ ഇരുന്ന ജോലിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വീശാം. അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനെ ഇവനും തിളയ്ക്കുമല്ലോ. നമ്മൾ കൊഞ്ച് വൃത്തിയാക്കത്തില്ല, അതിൻ്റെ വാലും തലയും എല്ലാം എടുത്തു കളയത്തില്ല. ഇപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ പറയാം. എൻ്റെ കയ്യിൽ തള്ളവിരലിൻ്റെ അവിടെ എവിടെയോ ഇതിൻ്റെ മീശയാണോ കൊമ്പാണോ കാലാണോ വാലാണോ എന്തോ കൊണ്ട് ഭയങ്കര വേദന. എന്തൊരു നീറ്റില പോയി സംഭവം പോയി. പക്ഷെ അങ്ങ് വേദന എടുക്കുക. വല്ലാത്ത നമുക്ക് ദേഷ്യം വരും. ആ സമയത്ത് എനിക്ക് ദേഷ്യം വരും. ഇങ്ങനെ ഇട്ടാക്കിയതാ. നമ്മൾ ചിരട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിനകത്ത് വെച്ച് ഇങ്ങനെ ഉരുട്ടിയോ വല്ലതും ചെയ്താൽ മതിയല്ലോ. ഓമയ്ക്കത്തോരൻ കേട്ടോ. ഓമയ്ക്കത്തോരൻ വയ്ക്കാം. സുജാത ചേച്ചിയുടെ കൊച്ചുമോള് ചതച്ചൊക്കെ തന്നു. ഇപ്പം നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. എന്തുവാന്നറിയാം, ചെറിയ പാമ്പല്ലേ വരുള്ളൂ. ഓർമ്മയല്ല, ഇവിടെ കിടന്നത് കേട്ടോ. എൻ്റെ പൊന്നേ, ഇപ്പോഴും ഓർക്കുമ്പം പേര് വരുവാങ്ങും. വാരി ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞ് 2 ഓമയ്ക്ക് അത് മതി നമുക്ക്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാമേ. അരപ്പിട്ട് കൊടുക്കാം.
നടുക്കോട്ട് തട്ടിയിട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ, ഇവന് തിരി അങ്ങ് പോകും. ആദ്യം വാങ്ങിക്കുന്ന എനിക്ക് അങ്ങനെ ചെയ്താൽ കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ വല്ലവരും വിചാരിച്ച് എനിക്ക് വട്ടായിരുന്നു. അവർ നോക്കുമ്പോൾ ആരും ഒട്ടും ഇല്ലാതാണ്. ഇത് ആരോടാ ഈ കൊച്ചു കാര്യം പറയുന്നത്, ഇതിന് വട്ടാണോ എന്നൊക്കെ ചിന്തിക്കും. ആരെങ്കിലും അബദ്ധവശാൽ ഗേറ്റ് തുറന്ന് കിടക്കില്ല ഞാൻ, എനിക്ക് പേടിയാ. അപ്പുറത്ത് കുറച്ചുള്ളവർക്ക് അറിയാൻ വീഡിയോ എടുക്കുവാണ്. അല്ലാതെ ആരെങ്കിലും അറിയാൻ വയ്യാത്തത് വന്നാൽ എന്തോ വിചാരിക്കും. എന്നാലും ഞാനേ മുറ്റം തൂക്കുന്ന ഒരു വീഡിയോ എടുക്കും. ഇതേപോലെ മറ്റേ വലിയ സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ച് ഇതല്ല മറ്റേ എന്നിട്ട് മൊബൈലൊക്കെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് ചേച്ചി എന്താ എടുക്കുക ചേച്ചി, ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുക എന്തിനാ അറിയാൻ വയ്യാത്തതൊക്കെ ചോദിക്കാം. അങ്ങനെ നമുക്കേ അടച്ച് വയ്ക്കാം. നമ്മുടെ കുഞ്ഞുകുട്ടനെ തിളയ്ക്കുന്നുണ്ട്, തിളച്ച് വരും. അപ്പം ഇവരെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അടച്ച് വയ്ക്കാം. ഇവനെ അവിടെ കൊടുത്തിട്ട് ഇവനെ ഇവിടെ വയ്ക്കാം. ഓരോരുത്തൻ്റെ തൊപ്പി അങ്ങ് പോയി. പക്ഷെ ഈ അടപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ, നമ്മുടെ കൈ കൊള്ളത്തില്ല. ആ തൊപ്പി ഇടാനൊക്കത്തില്ല. ഒത്തിരി പേര് എനിക്ക് സൂത്രങ്ങൾ ഒത്തിരി പറഞ്ഞു, പക്ഷെ ഒക്കുന്നില്ല. ഞാൻ കളയത്തില്ല. എന്നാലും അവന് വേവട്ടെ കേട്ടോ. നമ്മുടെ കുഞ്ചും മാങ്ങയും കറിയുടെ ഉപ്പ് നോക്കണമല്ലോ. തിളച്ചൊക്കെ വന്നേട്ടോ, ഉപ്പ് നോക്കാം. ഇന്നും തുണി എടുക്കാൻ മറന്നുപോയി. അപ്പോഴേ കുഞ്ചും മാങ്ങയും കറി, മാങ്ങയും കറി. ഉപ്പ് കുറവ്, ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ. ഉപ്പ് കുറവ്, ഉപ്പ് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ആണ്. ഉപ്പും വേണം, പുളിയും വേണം. കൂടുതലാണെങ്കിൽ ഞാൻ ഓടിച്ചിട്ടടിക്കും കേട്ടോ, ഓടിച്ചിട്ടടിക്കും. ഞാൻ പിന്നെ പെരയ്ക്ക് വട്ടം കിടന്ന് ഓടേണ്ടി വരും. ഇപ്പം കറക്റ്റായി കേട്ടോ, ഇപ്പം കറക്റ്റായി. എടാ ഓമയ്ക്കത്തോൻ എന്തായി? എന്തെങ്കിലും ആയോ നോക്കണ്ടേ? നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? അവനും കുറവ്. അവനും നമ്മൾ ഇച്ചിരി ഇട്ടേ പറ്റത്തുള്ളൂ. ഇച്ചിരി പ്രയോഗിക്കണം കേട്ടോ. കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മുടെ അമ്മമാരങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്, ആദ്യം കുറച്ചിടുക പിന്നെ കൂട്ടുക. കൂടി കഴിഞ്ഞാൽ കുറയ്ക്കാൻ പാടാണ്. കുറയ്ക്കാം. ഉരുളക്കിഴങ്ങോ ഈ വിറകിൻ്റെ കരിയുണ്ടല്ലോ അതൊക്കെ ഇട്ടാൽ, പിന്നെ ഈ വാഴയുടെ തടയൊക്കെ വെട്ടിയിടും കേട്ടോ. അങ്ങനെയൊക്കെ കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞു കേൾക്കാം കേട്ടോ. വേവട്ടെ. ഇന്ന് ഞാൻ രാവിലെ ഫോൺ എടുത്തത്, അതുകൊണ്ട് കുത്തിയിടാനും ഒന്നും പറ്റിയില്ല. അപ്പോഴും നമ്മുടെ തോരനൊക്കെ ആയി റെഡിയായി. മുട്ടയൊക്കെ പൊരിച്ചത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. മൊബൈലിൽ ഒട്ടും ചാർജില്ലായിരുന്നു. പിന്നെ ഞാനത് കുത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി നേരമൊക്കെ ഇരുന്നു. വെയിലല്ലേ. പിന്നെ അമ്മിണിക്ക് തുണിയൊക്കെ കഴുകാൻ കൊടുത്തൂടി. അണ്ണൻ്റെ മുണ്ടൊക്കെ കഴുകിയിട്ടു, പശയൊക്കെ ഇട്ട്, പിന്നെ ഒത്തിരി മേളിലൊക്കെ ഇട്ട് ഷർട്ടും മോൻ്റെ തുണിയൊക്കെ. പിന്നെ അങ്ങനെ വൈകിട്ട് ഇന്നിപ്പോൾ അവിടെ 2, 3, 4 കരിയിലേ ഉള്ളൂ കേട്ടോ. ഇന്ന് തൂക്കാനൊന്നുമില്ല, രാവിലെ ഞാൻ തൂത്തതാണ്. അപ്പോഴിതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഒത്തിരി ആയെന്ന് തോന്നുന്നു കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയാനിരിക്കുമ്പോൾ ഒത്തിരി സമയങ്ങളൊക്കെ കടന്നു പോകും. അപ്പോഴേ ഇന്നും നല്ലൊരു ദിവസം തന്ന തമ്പുരാനോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ
തീർക്കാമല്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.